ബൈനറി ട്രീ കൺസ്ട്രക്ഷൻ ഫ്രം ഇറ്റ്സ് ട്രാവേഴ്സൽ ഓർഡേഴ്സ്. സപ്പോസ് നമുക്ക് ഇൻഓർഡർ ട്രാവേഴ്സൽ ഓർഡറും പ്രീ ഓർഡർ ട്രാവേഴ്സൽ ഓർഡർ തന്നിട്ട് അവിടുന്ന് പറയുകയാണ് ഒരു ബൈനറി ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ. അതല്ലെങ്കിൽ ഇൻഓർഡർ ട്രാവേഴ്സൽ ഓർഡറും പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഓർഡറും തന്നിട്ട് പറയുകയാണ് ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ. അത് എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ട്രീ ട്രാവേഴ്സൽ ഓർഡേഴ്സാണ്. ഇപ്പോൾ ട്രീ ട്രാവേഴ്സൽ ഓർഡേഴ്സിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഓർഡർ ട്രാവേഴ്സലാണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. അതായത് ലെഫ്റ്റ് നോഡ്, ദെൻ റൂട്ട് നോഡ്, ദെൻ റൈറ്റ് നോഡ്. ആ രീതിയിലാണ് ഓർഡർ ഉണ്ടാവുക. അതായത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മൾ റൂട്ട് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ഇൻഓർഡർ ട്രാവേഴ്സൽ സെൻറ്ററിലാണ്. ഓക്കെ. ഇനി അതുപോലെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഓർഡർ എന്ന് പറയുന്നത് റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ് എന്നാണ്. അതായത് റൂട്ട് നോഡ്, ലെഫ്റ്റ് നോഡ്, ദെൻ റൈറ്റ് നോഡ്. അവിടെ നിന്ന് നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, റൂട്ട് എന്ന് പറയുന്നത് പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കും വരിക. നമുക്കൊരു ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ ആ മൊത്തം ട്രീയുടെ റൂട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ നോഡായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ മെയിനായിട്ട് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൽ നിന്നും എങ്ങനെ ഒരു എക്സാമ്പിളിൽ നിന്നും എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ഇൻഓർഡർ ട്രാവേഴ്സൽ ഓർഡർ തന്നിട്ടുണ്ട്. ഏതാണ്? എ, ബി, സി, ഡി, ഇ. എ, ബി, സി, ഡി, ഇ എന്ന് പറയുന്ന ഈ ഓർഡറും, പിന്നെ പ്രീ ഓർഡർ ട്രാവേഴ്സൽ ഓർഡർ തന്നിട്ടുണ്ട്. എഫ്, ബി, എ, ഡി, സി, ഇ, ഐ, ജി, എച്ച് അതും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്നും ട്രീ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് റൂട്ടിനെയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം പ്രീ ഓർഡർ ട്രാവേഴ്സൽ പ്രകാരം റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഓർഡറിൽ ഏറ്റവും ആദ്യം ഉണ്ടാകും. ആദ്യം എന്ന് പറയുന്ന നോഡ് ഏതാണ്? എഫ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ ട്രീയുടെ റൂട്ട് ആരാണ്? എഫ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എഫ് എന്ന് പറയുന്ന റൂട്ടിനെ മാർക്ക് ചെയ്യുക. ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ ഇൻഓർഡറിലേക്ക് പോവാം. ആ ഇൻഓർഡറിലേക്ക് പോകുമ്പോൾ ഇൻഓർഡറിലും എന്ത് ചെയ്യണം? ആ എഫ് മാർക്ക് ചെയ്ത് വെക്കണം. എഫ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ. അപ്പോൾ ആ എഫ് അവിടെ മാർക്ക് ചെയ്തത് എന്തിനാ? ഇൻഓർഡറിൽ റൂട്ട് എവിടെയാണ് വരുന്നത്? സെൻറ്ററിൽ. അപ്പോൾ റൂട്ട് ആരാണ്? എഫ്. അപ്പോൾ എന്താണ്? എഫ് ആ റൂട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്നതൊക്കെ ലെഫ്റ്റ് സബ് ട്രീ നോഡ്സും റൈറ്റിൽ കിടക്കുന്നതൊക്കെ റൈറ്റ് സബ് ട്രീ നോഡ്സുമാണ്. അതായത് നമുക്ക് ഈ എ, ബി, സി, ഡി, ഇ എന്ന് പറയുന്നത് ലെഫ്റ്റ് സബ് ട്രീയും ജി, എച്ച്, ഐ എന്ന് പറയുന്നത് റൈറ്റ് സബ് ട്രീയിലും വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്തു? അടുത്ത ലെവലിലേക്ക് വരുന്ന സബ് ട്രീ നോട്ട്സൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ അതാണ് ഏതൊക്കെ? എ, ബി, സി, ഡി, ഇ. എ, ബി, സി, ഡി, ഇ. പിന്നെ അതുപോലെ തന്നെ ഇൻഓർഡറിൽ ജി, എച്ച്, ഐ. ഓക്കെ. ഇനി അത് മാത്രം മാർക്ക് ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ വരുന്ന പ്രീ ഓർഡർ കൂടെ മാർക്ക് ചെയ്യണം. പ്രീ ഓർഡർ മാർക്ക് ചെയ്യുമ്പോൾ എഫ് റൂട്ടായി പോയി, അതിനെ ഇനി മാർക്ക് ചെയ്യേണ്ട. അതുപോലെ തന്നെ പ്രീ ഓർഡറിൽ പിന്നെ ലെഫ്റ്റിലേക്ക് ജി, എച്ച്, ഐ പോയി, അപ്പോൾ റൈറ്റിൽ അത് മാർക്ക് ചെയ്യരുത്. ഏതൊക്കെയാണ് പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ ഇനി അപ്പോൾ വരിക? അങ്ങനെയാണെങ്കിൽ ബി, എ, ഡി, സി, ഇ അത്രയും മാത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇൻഓർഡർ ട്രാവേഴ്സലും ഓർഡറിന് മാർക്ക് ചെയ്തു, പ്രീ ഓർഡറും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ അതുപോലെ തന്നെ റൈറ്റിലും ചെയ്യാം. റൈറ്റിൽ ബാക്കി ആരൊക്കെയാണ് വരുന്നത്? ജി, എച്ച്, ഐ. അതുപോലെ തന്നെ പിന്നെ ആരാണ് വരുന്നത്? ജി, എച്ച്, ഐ, അതുപോലെ ഐ, ജി, എച്ച്. ഓക്കെ. അപ്പോൾ ആ ലെവൽ കഴിഞ്ഞു. ഇനി അടുത്ത ലെവലിലേക്ക് വരുന്ന നോട്ട്സ് ഏതാണ്? അടുത്ത ലെവലിൽ, അതായത് 0th ലെവലിൽ എഫ് ഐഡൻറ്റിഫൈ ചെയ്തു. ലെവൽ 1ൽ നമുക്ക് സബ് ട്രീ ആണ് കിട്ടിയത്. ആ സബ് ട്രീയിൽ നിന്ന് റൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇൻഓർഡർ ട്രാവേഴ്സലും പ്രീ ഓർഡർ ട്രാവേഴ്സലും ഇവിടെ വീണ്ടും വന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് ഏത് കിട്ടാം? പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ നിന്ന് ഇവിടുന്ന് ബി ആണ് അടുത്ത റൂട്ടെന്ന് ലെഫ്റ്റിൽ അടുത്ത റൂട്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിനെ മാർക്ക് ചെയ്തു. അതായത് ബീനെ നമ്മൾ ഒരു റൂട്ടായിട്ട് എടുത്തു. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ കിട്ടിയിട്ടുണ്ട് എഫ് റൂട്ടാണെന്ന് അല്ലേ. ഇനി ഈ ബിയുടെ ഇൻഓർഡർ ട്രാവേഴ്സിലേക്ക് പോവാം. ബിയിൽ ഇൻഓർഡർ ട്രാവേഴ്സിലേക്ക് പോകുമ്പോൾ ബിയിൻ്റെ ലെഫ്റ്റിൽ വരുന്ന എ ലെഫ്റ്റ് നോഡായിട്ട് നമുക്ക് കിട്ടി. അതൊരു ഇൻഡിവിജ്വൽ നോഡാണെന്ന് മനസ്സിലായി. അതിനെ അവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റി. സി, ഡി, ഇ വീണ്ടും സബ് ട്രീ ആണ് റൈറ്റിൽ വരുന്നത്. അതിനപ്പോൾ റൈറ്റിലേക്ക് മാർക്ക് ചെയ്തു. അതിൻ്റെ പ്രീ ഓർഡർ ട്രാവേഴ്സിലും എഴുതി. ഇനി വീണ്ടും നമുക്ക് അവിടുന്ന് എന്ത് കിട്ടും? ഈ ഡി ആണ് നമുക്ക് ഏത് അടുത്ത റൂട്ടെന്ന് മനസ്സിലായി.
അതായത് പ്രീ ഓർഡറിൻ്റെ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനിയോ സി ഇ ഇൻ ഓർഡറിൽ ഡിയുടെ അപ്പുറം ഇപ്പുറമാണ് വരുന്നത്. അപ്പം അവിടെ നമുക്ക് ഏതാ സി എന്ന് പറയുന്നത് ലെഫ്റ്റ് നോഡും പിന്നെ ഇ എന്ന് പറയുന്നത് റൈറ്റ് നോഡുമാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് മൊത്തം എല്ലാം ഇൻഡിവിജ്വൽ നോട്ട്സ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വന്നാൽ മതി. ഇപ്പോൾ വീണ്ടും നമ്മൾ എഫിലേക്ക് പോവുകയാണ്. എഫിൻ്റെ റൈറ്റിൽ വരുന്ന സബ് ട്രീ ജി എച്ച് ഐ അല്ലേ, ഇൻ ഓർഡറിന് പ്രീ ഓർഡറിൽ ഐ ജി എച്ച്. നമ്മൾ അവിടെ നിന്നും പ്രീ ഓർഡറിൽ നിന്ന് റൂട്ട് എടുത്തു, ഏതാണ് ഐ. അപ്പോൾ നമുക്ക് കിട്ടി ഐനെ നമ്മൾ അടുത്ത ലെവലിലെ റൂട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും അവിടുന്ന് ഇൻ ഓർഡറിൽ നിന്ന് ജി എച്ച് ബാക്കിയുണ്ട്. ജി എച്ച് എങ്ങോട്ടാണ് വരുന്നത്? ലെഫ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് വന്നു, അതിൽ മാർക്ക് ചെയ്തു, അവിടുത്തെ പ്രീ ഓർഡറും എഴുതി. പിന്നെ വീണ്ടും നമ്മൾ ആ പ്രീ ഓർഡറിൽ നിന്ന് റൂട്ട് എടുത്തു ജി. അപ്പോൾ നമുക്ക് മനസ്സിലായി ജി ആണ് അടുത്ത റൂട്ടെന്ന്. ഓക്കെ, അപ്പോൾ എച്ച് എന്ന് പറയുന്നത് അവിടെ റൈറ്റിലാണ് വരുന്നത്. അപ്പോൾ എച്ച് ഇൻഡിവിജ്വൽ നോഡായി റൈറ്റിലേക്ക് മാർക്ക് ചെയ്തു. അങ്ങനെ ഇതിനൊക്കെ ഒരു ട്രീ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് റൂട്ടായിട്ട് വന്നു, പിന്നെ ബി, പിന്നെ ഐ, ദെൻ എ, ഡി, ജി, സി, ഇ, എച്ച്, ഇത്രയും നോഡ്സ് അവിടെ വന്നു. ഇതാണ് നമ്മളുടെ ഒറിജിനൽ ട്രീ എന്ന് പറയുന്നത്.